السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين برضا الله. ഈ പൊതുസമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് റഹ്മാൻ ഇരിക്കൂർ, വേദിയിലുള്ള മുഖ്യപ്രഭാഷകൻ അഡ്വക്കേറ്റ് അമീൻ ഹസൻ, സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ സംസ്ഥാന നേതാക്കളെ, ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന പ്രിയങ്കരരായ സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, നാട്ടുകാരെ, SIO സംഘടിപ്പിച്ചിരിക്കുന്ന ഏറെ ആവേശകരമായ അങ്ങേയറ്റം പ്രസക്തമായ ഈ പരിപാടി അള്ളാഹുവിൻ്റെ നാമത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുച്ചരിച്ചുകൊണ്ട് ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുകയാണ്. ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഇന്ത്യ രാജ്യത്ത് സംഘപരിവാറിൻ്റെ സമഗ്രാധിപത്യത്തെ കൂടുതൽ ഊട്ടിയുറപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഓരോ നാളും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് ഇതിന് പരിഹാരം മൗനികളായിരിക്കുക എന്നതല്ല, ഞങ്ങളിത് അറിഞ്ഞിട്ടില്ല എന്ന മട്ടുഭാവിക്കലല്ല, ഇതൊന്നും എൻ്റെ പ്രശ്നമേയല്ല എന്ന് നടിച്ച് അവനവൻ്റെ കാര്യത്തിൽ ഏർപ്പെടലല്ല, മറിച്ച് ഇതൊന്നും മൗനത്തിന് വിട്ടുകൊടുക്കാതെ, മറവിക്ക് വിട്ടുകൊടുക്കാതെ ഇന്ത്യയുടെ തെരുവുകളിൽ നിരന്തരമായി പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും നിരന്തരമായി തീർത്തുകൊണ്ടിരിക്കുക എന്നതാണ് ഇന്ത്യ രാജ്യത്ത് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ പ്രതിരോധത്തിൻ്റെ മാർഗം എന്നാണ് സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രിയമുള്ളവരെ, നമുക്കറിയാം, നമ്മുടെ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന സംഘപരിവാർ ഭരണകൂടം രാജ്യത്തെ ഇവിടെ നിലനിൽക്കുന്ന മുഴുവൻ മൂല്യങ്ങളെയും, ജനാധിപത്യത്തിൻ്റെ, മതേതരത്വത്തിൻ്റെ മുഴുവൻ മൂല്യങ്ങളെയും ചവിട്ടിയരച്ചുകൊണ്ട് രാജ്യത്തിൻ്റെ ഭരണഘടനയുടെ ഇടനെഞ്ചിലേക്ക് ത്രിശൂലം കുത്തിയിറക്കിക്കൊണ്ട് രാജ്യത്തെയും രാജ്യത്തിൻ്റെ മൂല്യങ്ങളെയും ഒക്കെ ഇല്ലായ്മ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ ഈ രാജ്യത്തിൻ്റെ തെരുവുകളിൽ വളരെ ചെറിയതെങ്കിലുമുള്ള ശബ്ദങ്ങൾ തീർച്ചയായിട്ടും ഉയർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ശബ്ദങ്ങളാണ്, ആ പ്രതിഷേധങ്ങളാണ്, ആ പ്രക്ഷോഭങ്ങളാണ് തീർച്ചയായിട്ടും രാജ്യനിവാസികളെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആശ്വാസം നൽകുന്നത് എന്ന് പ്രിയമുള്ളവരെ നമുക്ക് കാണാൻ കഴിയും. രാജ്യത്ത് വിശേഷിച്ച് ഇവിടെ സൂചിപ്പിച്ചു, മുസ്ലിങ്ങൾ എന്ന് പറയുന്നത് രാജ്യത്തിന്റെ ശത്രുക്കളായി മുസ്ലിം അടയാളങ്ങളെ മുഴുവൻ രാജ്യത്തിന്റെ പുറത്തു നിന്നുള്ള ശക്തികളുടെ നിർമ്മാണങ്ങളായി അത് തച്ചുടക്കലാണ് രാജ്യത്തിനോടുള്ള സ്നേഹം എന്നുള്ള നിലയിൽ ഇവിടെ നിരന്തരമായി അത്തരം പ്രചരണങ്ങൾ നടക്കുകയും അതിനനുസരിച്ചിട്ടുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു സന്ദർഭത്തിൽ, അതിന് തീക്ഷ്ണത കൈവന്നിരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് പ്രിയമുള്ളവരെ നമ്മളുള്ളത്. നമുക്കറിയാം, ബാബരി മസ്ജിദിന്റെ പതനത്തെക്കുറിച്ചും അതിന്റെ സ്ഥാനത്ത് ഇപ്പോൾ വന്നിരിക്കുന്ന രാമക്ഷേത്രത്തെക്കുറിച്ചുമൊക്കെ ഇനിയും വിശാലമായി പറയേണ്ടത് ആവശ്യമില്ല. അതിനുശേഷം അതേ മാർഗത്തിൽ, അതേ രീതി ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഗ്യാൻവാപ്പി മസ്ജിദിലും പൂജ ആരംഭിച്ചിരിക്കുന്നു. ഇതൊക്കെ എങ്ങനെയാണ് നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് ചോദിച്ചാൽ, കൃത്യമായി ജുഡീഷ്യറി ഇതിനൊക്കെയും വളം വെച്ചു കൊടുക്കുന്ന, ഇതിനൊക്കെയും എല്ലാവിധത്തിലുമുള്ള സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുന്ന, പലപ്പോഴും നിശബ്ദത പാലിക്കുന്ന, ഇതിനൊക്കെ വേണ്ടി വാദിക്കുന്ന ജുഡീഷ്യറിയെ, നിയമ സംവിധാനങ്ങളെ പ്രിയമുള്ളവരെ നമ്മൾ നമ്മുടെ രാജ്യത്ത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോ ഗ്യാൻവാപ്പിയുമായി ബന്ധപ്പെട്ട സംഭവ വികാസങ്ങൾ നോക്കിയാലും യാതൊരു തെളിവുകളുമില്ലാത്ത, ഒരു തെളിവുമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഗ്യാൻവാപ്പിയിലേക്ക് പൂജ നടത്താനുള്ള അനുവാദം വാങ്ങിച്ചെടുത്തത് എന്ന് നമുക്ക് കാണാൻ കഴിയും. മുമ്പ് 1993 മുലായം സിംഗിന്റെ കാലഘട്ടത്തിൽ അവിടെ പൂജ നടക്കുന്നുണ്ടായിരുന്നു എന്ന് പറയുകയും ആ പൂജയെ മുലായം സിംഗ് ഗവൺമെന്റ് തടഞ്ഞു എന്ന് പറയുന്നു. പക്ഷേ എവിടെയാണ് അതിന്റെ രേഖകൾ എന്ന് ചോദിക്കുമ്പോൾ അതിന് രേഖകളില്ല. അത് കേവലം വാക്കുകൊണ്ട് പറഞ്ഞത് മാത്രമാണ്, രേഖകളില്ല. രേഖയുണ്ടാകാൻ ഒരു സാധ്യതയുമില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, ഇല്ലാത്ത കാര്യങ്ങൾ 93 അവിടെ പൂജ നടന്നു എന്ന് സ്ഥാപിക്കപ്പെട്ടാൽ 1991 പള്ളികൾ, ആരാധനാ കേന്ദ്രങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിയമങ്ങളെ വളരെ കൃത്യമായിട്ട് മറികടക്കാൻ കഴിയുമെന്ന് മനസ്സിലാക്കിക്കൊണ്ടുള്ള കുതന്ത്രങ്ങൾ, ഈ കുതന്ത്രങ്ങൾക്കൊക്കെയും ഒപ്പുചാർത്തി കൊടുക്കുന്ന കോടതികൾ, അതാണ് പ്രിയമുള്ളവരെ ഇന്ത്യ രാജ്യത്ത് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷവും ഈ രാജ്യത്ത് നിന്ന് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ അങ്ങേയറ്റം നമ്മളെയൊക്കെ നിരാശപ്പെടുത്തുന്നത്.
വിശ്വാസികളെ സംബന്ധിച്ച്, ഇസ്ലാം മതവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ അസ്തിത്വത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന വിധത്തിൽ കഴിഞ്ഞ ദിവസം അതിനുശേഷം നമ്മൾ മെഹ്റോളിയിലെ നൂറ്റാണ്ടുകളോളം വിശ്വാസികൾ ആരാധന അർപ്പിച്ച പള്ളി തകർക്കുന്നു, അവിടെയുള്ള മദ്രസ തകർക്കുന്നു. ആ മദ്രസയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളെ അവരെ ഭീകരമായ വിധത്തിൽ ഭയപ്പെടുത്തി ആ മദ്രസയിൽ നിന്ന് ആട്ടിയോടിക്കുന്നു. ഇങ്ങനെ തുടങ്ങി മെഹ്റോളിയിലെ പള്ളിയുമായി ബന്ധപ്പെട്ട് നമ്മൾ കണ്ടു. ഉത്തരാഖണ്ഡിൽ സംഭവിക്കുന്ന നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഉത്തരാഖണ്ഡിൽ യാതൊരു വിധത്തിലുള്ള നീതീകരണവുമില്ലാതെ ഉത്തരാഖണ്ഡിലെ ഒരു മദ്രസയും പള്ളിയും വന്ന് ബുൾഡോസിംഗ് നടത്തുകയാണ്. എന്താണിതിന്? കോടതിയുടെ പോലും ഒന്നുമില്ല, ആരുടെയും ഒരു വിധത്തിലുമുള്ള നോട്ടീസുകളുമില്ലാതെ വർഷങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു മത സെമിനാരി വന്നുകൊണ്ട് ഇടിച്ചു തകർക്കാൻ വേണ്ടിയിട്ട് ഈ രാജ്യത്തെ ഭരണകൂടത്തിന് സാധിക്കുന്നുണ്ട് എങ്കിൽ ഈ രാജ്യം വളരെ കൃത്യമായി സംഘപരിവാറിന്റെ ചൊൽപ്പടിയിലേക്ക് പൂർണ്ണമായും അമർന്നിരിക്കുന്നു എന്നുള്ളതാണ് പ്രിയമുള്ളവരെ നമുക്ക് കാണാൻ കഴിയുന്നത്. നമുക്ക് ഈ സന്ദർഭത്തിൽ ഈ രാജ്യത്തിനോട് പറയാനുള്ളത്, ഇവിടുത്തെ മതേതര വിശ്വാസികളോട് പറയാനുള്ളത്, ഇവിടുത്തെ വിശിഷ്യ ഇസ്ലാം മത വിശ്വാസികളോട് പറയാനുള്ളത്, ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ ഇതിനെയൊക്കെ മറന്നുകളയാൻ, വിസ്മരിക്കാൻ പ്രിയമുള്ളവരെ നമ്മൾ സന്നദ്ധമല്ല എന്ന് തെരുവുകളിൽ നിരന്തരമായി നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കണം. ഇത് മറന്നു കഴിഞ്ഞാൽ, ഇത് നമ്മൾ വിസ്മൃതിക്ക് വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ വരുന്നൊരു തലമുറക്ക് ബാബരി മസ്ജിദ് ഒരു പ്രശ്നമല്ലാതെയായി മാറും, ഗ്യാൻവാപ്പി മസ്ജിദ് ഒരു പ്രശ്നമല്ലാതെയായി മാറും, മെഹ്റോളി ഒരു പ്രശ്നമല്ലാതെയായി മാറും. നേരെ മറിച്ച് നിരന്തരമായി ഇതിനെക്കുറിച്ച് ശബ്ദിച്ചുകൊണ്ടേയിരിക്കണം. ഈ രാജ്യത്തെ സംബന്ധിച്ച് നമുക്കറിയാം, ഈ രാജ്യത്തെ സംബന്ധിച്ച് പഠിച്ച ചരിത്രകാരന്മാർ ഒരു കാലഘട്ടത്തിൽ ഈ രാജ്യത്തെക്കുറിച്ച് ഒരു വിസ്മയമാണ് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ രാജ്യം വിസ്മയമാണ് എന്ന് രേഖപ്പെടുത്തുന്ന കാലഘട്ടത്തിൽ അന്ന് ഗാന്ധിജി വധിക്കപ്പെട്ടിട്ടില്ല. ഈ രാജ്യം വിസ്മയമാണ് എന്ന് രേഖപ്പെടുത്തുന്ന കാലഘട്ടത്തിൽ അന്ന് ബാബരി മസ്ജിദ് തകർന്നിട്ടില്ല. ഈ രാജ്യം വിസ്മയമാണ് എന്ന് രേഖപ്പെടുത്തുന്ന കാലഘട്ടത്തിൽ അന്ന് ഗ്യാൻവാപ്പി മസ്ജിദ് പൂജയ്ക്ക് വേണ്ടി തുറന്നു കൊടുത്തിട്ടില്ല. അന്ന് അഖ്ലാഖ് കൊല്ലപ്പെട്ടിട്ടില്ല. അന്ന് പഹലു ഖാൻ കൊല്ലപ്പെട്ടിട്ടില്ല. അന്ന് ഈ രാജ്യത്തെ നൂറുകണക്കിനായ മനുഷ്യർ പശുവിന്റെ പേരിൽ വധിക്കപ്പെട്ടിട്ടില്ല. അന്ന് ഈ രാജ്യത്ത് രോഹിത് മുലമാരുണ്ടായിട്ടില്ല. ആ കാലഘട്ടത്തിലാണ് ഇന്ത്യ രാജ്യത്തെ കുറിച്ച് വിസ്മയം എന്ന് പറഞ്ഞിട്ടുള്ളതെങ്കിൽ പ്രിയമുള്ളവരെ, ഇന്ന് നമുക്ക് നമ്മുടെ രാജ്യത്തെ കുറിച്ച് എങ്ങനെയാണ് വിസ്മയം എന്ന് പറയാൻ കഴിയുക? തീക്ഷ്ണമായ ഈ രാജ്യം ഫാസിസത്തിന്റെ ദംഷ്ടകൾക്കകത്ത് വല്ലാതെ ഞെരിഞ്ഞമർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് ഈ രാജ്യത്തിന് രക്ഷകരാകാൻ വേണ്ടി ആരുണ്ട് എന്നുള്ള ചോദ്യമാണ് യഥാർത്ഥത്തിൽ ഇവിടെ ഉയർന്നു വരേണ്ടത്. പ്രിയമുള്ളവരെ, ഈ സന്ദർഭത്തിൽ നമുക്ക് മറ്റൊന്നുകൂടി സൂചിപ്പിക്കാനുണ്ട്. ഈ രാജ്യത്ത് എന്ത് നടന്നാലും അത് നോർത്ത് ഇന്ത്യയിലല്ലേ, അത് ഉത്തരാഖണ്ഡിലല്ലേ, അത് ഉത്തർപ്രദേശിലല്ലേ, അതൊന്നും ഒരു പ്രശ്നമല്ല. ചിലരിത് അറിഞ്ഞിട്ടേയല്ല, ഇത് ഗുജറാത്തിലല്ലേ, അവിടെ നടന്നത് നമ്മൾ അറിഞ്ഞിട്ടില്ല എന്ന് പറയുന്നവരാണെങ്കിൽ അവർ വീണ്ടും വീണ്ടും പറയും, നമുക്ക് എന്താ നഷ്ടപ്പെടാനുള്ളത്? നമുക്ക് 5 ഏക്കർ കിട്ടിയില്ലേ, നമുക്ക് വേറൊന്നും നഷ്ടപ്പെട്ടിട്ടില്ലല്ലോ, അതുപോലെ നമുക്ക് അതുകൊണ്ട് സമാധാനം അടഞ്ഞുകൂടെ എന്ന് ചോദിക്കുന്നവർ നമ്മുടെ നാട്ടിലുണ്ട്. പ്രിയമുള്ളവരെ, അവർക്ക് അവരുടെ മദ്രസകളായിരിക്കും വലുത്, അവർക്ക് അവരുടെ പൊളിറ്റിക്കൽ നിലനിൽപ്പായിരിക്കും വലുത്. പക്ഷേ നമുക്ക് പറയാനുള്ളത്, അല്ലാമ ഇഖ്ബാൽ പറഞ്ഞിട്ടുള്ളത് പോലെ മുസൽമാനെ അവിടെ എവിടെയെങ്കിലും ഇന്ത്യയിൽ സുജൂദ് ചെയ്യാനുള്ള ഒരു ഇടമുണ്ടെങ്കിൽ മുസൽമാൻ ധരിക്കണ്ട ഇന്ത്യയിൽ ഇസ്ലാം സ്വതന്ത്രമാണ് എന്ന്. നാദാന്യ സമജ്താ ഹെ കെ ഇസ്ലാം ഹെ ആസാദ്. എവിടെയെങ്കിലും സുജൂദ് ചെയ്യാൻ ഒരു ഇത്തിരി മണ്ണ് കിട്ടുമ്പോഴേക്ക് എല്ലാം മറന്ന് അസ്തിത്വത്തെ ചോദ്യം ചെയ്യുന്ന മുഴുവൻ സംഗതികളെയും മറന്നുകൊണ്ട് ഇസ്ലാമിനൊരു കുഴപ്പവുമില്ല, മുസ്ലിങ്ങൾക്കൊരു കുഴപ്പവുമില്ല എന്ന് വാദിക്കാൻ ഇപ്പോഴും താല്പര്യപ്പെടുന്നവർ ഈ രാജ്യത്തുണ്ടെങ്കിൽ അവരോട് നമുക്ക് പറയാൻ കഴിയണം, പ്രിയമുള്ളവരെ, 5 ഏക്കറോ നിങ്ങളുടെ മദ്രസകളോ നിങ്ങളുടെ നിലനിൽപ്പോ അല്ല, മറിച്ച് ഈ രാജ്യത്തെ മുസ്ലിം കമ്മ്യൂണിറ്റി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന തീക്ഷ്ണമായ പ്രശ്നങ്ങളോടുള്ള നിങ്ങളുടെ നിലപാട് എന്താണ്? ഈ നിലപാട് നിങ്ങൾ പ്രഖ്യാപിക്കണമെന്നാണ് അത്തരം ആളുകളോട് നമുക്ക് പറയാനുള്ളത്. പ്രിയമുള്ളവരെ, ഈ രാജ്യത്തിന്റെ രാജ്യസ്നേഹികളും അതുപോലെ തന്നെ ദേശദ്രോഹികളുമാണ് ആയിട്ടുള്ള ദ്വന്ദ്ം ഇവിടെ സൃഷ്ടിക്കപ്പെടുമ്പോൾ, ഇവിടെ ഈ രാജ്യത്ത് പള്ളി പൊളിക്കലാണ് രാജ്യസ്നേഹമെങ്കിൽ, ഈ രാജ്യത്ത് ന്യൂനപക്ഷങ്ങൾ അടിച്ചമർത്തലാണ് രാജ്യസ്നേഹമെങ്കിൽ, ഇംഗ്ലീഷിലെ പ്രസിദ്ധനായ ഒരു കവി പറഞ്ഞതുപോലെ, യെസ് വി ആർ ട്രൈറ്റേഴ്സ്, അതെ ഞങ്ങൾ രാജ്യദ്രോഹികൾ തന്നെയാണ്. ഇഫ് യു ആർ പാട്രിയേറ്റ്, നിങ്ങൾ രാജ്യസ്നേഹികളാണ് എന്ന് നിങ്ങൾ വാദിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ തന്നെയാണ് രാജ്യദ്രോഹികളെ എന്ന് ഈ രാജ്യത്തെ തെരുവുകളിൽ പ്രിയമുള്ളവരെ നമുക്ക് പ്രഖ്യാപിക്കാൻ കഴിയേണ്ടതുണ്ട്. പ്രിയമുള്ളവരെ, നമുക്ക് പറയാൻ കഴിയണം, വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പള്ളി പൊളിച്ചതുകൊണ്ട് അവരുടെ ആത്മവിശ്വാസത്തെ കെടുത്താമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ, ഒരു പള്ളി പൊളിച്ചതുകൊണ്ട് ആത്മവിശ്വാസം തകർന്നു പോകുന്നവരല്ല വിശ്വാസികൾ, മറിച്ച് ആ പള്ളിക്ക് വേണ്ടി ശബ്ദിക്കുന്നത്
എന്നതോടൊപ്പം തന്നെ ഒരു സന്ദർഭത്തിൽ ആ പള്ളിയുടെ മിനാരങ്ങൾ ഇവിടെ സ്ഥാപിതമാകുമെന്ന ഉറച്ച വിശ്വാസത്തോടു കൂടി ജീവിക്കുന്നവരാണ് ഈ രാജ്യത്തെ വിശ്വാസ സമൂഹം. അതിനവർക്ക് ചരിത്രത്തിന്റെ പാരമ്പര്യമുണ്ട്. ഒരു കാലഘട്ടത്തിൽ ഖുദ്സിന്റെ ഉള്ളിൽ, മസ്ജിദുൽ അഖ്സയുടെ ഉള്ളിൽ അവിടെ പന്നികളെ വളർത്തിയപ്പോ, കുതിരാലയം ഉണ്ടാക്കിയപ്പോ അവിടെ കുരിശു സേനക്കാര് മദ്യം കൊണ്ട് അവിടെ അവരുടെ പാളയങ്ങൾ ഒരുക്കിയ സന്ദർഭത്തിൽ സലാഹുദ്ദീൻ അയ്യൂബിയുടെ നാട്ടുകാരായ വനിതകൾ ഒരു സന്ദർഭത്തിൽ ഖുദ്സ് മോചിപ്പിക്കപ്പെടുന്ന കാലഘട്ടത്തിൽ ഞങ്ങളുടെ കൈകൾ കൊണ്ട് ഇറുത്ത പനിനീർ പുഷ്പങ്ങൾ കൊണ്ട് ഞങ്ങൾ ഉണ്ടാക്കിയ പനിനീര് മസ്ജിദുൽ അഖ്സയിൽ തളിക്കും എന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് പനിനീർ പൂക്കൾ ഇറുത്ത് പനിനീരുണ്ടാക്കി സലാഹുദ്ദീൻ അയ്യൂബിയെ ഏൽപ്പിച്ച ഒരു കൂട്ടം വനിതകളുണ്ട്. അന്നൊരു പക്ഷേ ഭൗതികമായിട്ട് നോക്കിയാൽ മസ്ജിദുൽ അഖ്സ മോചിപ്പിക്കപ്പെടുമെന്നുള്ള യാതൊരു വിധത്തിലുമുള്ള പ്രതീക്ഷയും തോന്നാത്തൊരു ഘട്ടത്തിൽ വനിതകൾക്കുണ്ടായിരുന്ന ഒരു ആത്മവിശ്വാസമുണ്ട്. നൂറുദ്ദീൻ സെങ്കി എന്ന് പറയുന്ന ഭരണാധികാരി മസ്ജിദുൽ അഖ്സയെ കുറിച്ച് സ്വപ്നം കാണാൻ പോലും കഴിയാതിരുന്ന ഒരു കാലഘട്ടത്തിൽ മസ്ജിദുൽ അഖ്സ തിരിച്ചു പിടിക്കാൻ കഴിയുമെന്ന് വിശ്വാസികൾക്ക് ഭൗതികാർത്ഥത്തിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരു പ്രതീക്ഷയുമില്ലാത്ത ഘട്ടത്തിലാണ് അങ്ങ് അലപ്പോയിൽ ഇരുന്നു കൊണ്ട് മസ്ജിദുൽ അഖ്സ സ്വതന്ത്രമാകുന്ന ഒരു കാലഘട്ടത്തിൽ അവിടെ സ്ഥാപിക്കാൻ വേണ്ടിയിട്ടുള്ള മിമ്പർ നിർമ്മിച്ചുകൊണ്ടിരുന്ന നൂറുദ്ദീൻ സെങ്കി നമ്മുടെ മുമ്പിലുണ്ട്. തീർച്ചയായിട്ടും ബാബരി മസ്ജിദും ഗ്യാൻവാപ്പിയും അങ്ങനെ തകർക്കപ്പെടുന്ന മസ്ജിദുകൾ പുനരുദ്ധരിക്കപ്പെടുന്നത് സ്വപ്നം കാണുന്ന ഒരു ജനതയായി, ഒരു യുവതയായി, ഒരു വിദ്യാർത്ഥിത്വമായി ജീവിക്കാൻ പ്രിയമുള്ളവരെ നമുക്ക് കഴിയേണ്ടതുണ്ട്. ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നതിനൊന്നും വിസ്മൃതിക്ക് വിട്ടുകൊടുക്കില്ല എന്ന്, മറന്നുകളയാൻ ഞങ്ങൾ സന്നദ്ധരല്ല എന്ന് പ്രിയമുള്ളവരെ നമുക്ക് പറയാൻ കഴിയേണ്ടതുണ്ട്. തൗഹീദ് കി അമാനത്ത് സീനോ മേ ഹേ ഹമാരെ, ആസാൻ നഹീ മിഠാന നാമോ നിശാ ഹമാര. ഞങ്ങളുടെ ഹൃദയത്തിൽ ഏകദൈവത്വത്തിനോടുള്ള വിശ്വാസം അടിയുറച്ച ബോധ്യമുള്ള ആളുകളാണ് ഞങ്ങളുടെ കൊടിയടയാളങ്ങൾ, ഞങ്ങളുടെ ചരിത്രം ഇവിടെ നിന്ന് മായ്ച്ചു കളയുക എന്ന് പറയുന്നത് ഇവിടുത്തെ സംഘപരിവാറിനോ ആധിപത്യ ശക്തികൾക്കോ അത്ര എളുപ്പമല്ല എന്ന് പ്രിയമുള്ളവരെ നിരന്തരമായി നമുക്ക് പ്രഖ്യാപിച്ചുകൊണ്ടേയിരിക്കണം. ആ പ്രഖ്യാപനം നടത്തി ജുഡീഷ്യൽ കർസേവകർക്കെതിരെ മനോഹരമായ പ്രഖ്യാപനവും മനോഹരമായ പ്രതിരോധവും സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന SIO-വിന്റെ സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ പ്രിയങ്കരരായ പ്രവർത്തകർക്ക്, നേതാക്കൾക്ക് എല്ലാ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നന്ദി. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.